ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും ട്വിന്നിങ് ആയിട്ട് ഒരു കാര്യം നടക്കുമായിരുന്നു. അതെന്താന്ന് വെച്ചാൽ എൻ്റെ ഉമ്മായും എൻ്റെ ഉപ്പായും ഒരേപോലത്തെ ഒരാൾ, അതായത് സെയിം പേഴ്സൺ അവർ രണ്ടുപേരും സ്വപ്നത്തിൽ കാണുമായിരുന്നു. അതെന്താന്ന് ഞാൻ പതിയെ പറയാം. അപ്പം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് നടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫിഫ്ത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് അങ്ങോട്ട് വീട് മാറുന്നത്. അതുവരെ ഞങ്ങൾ ആ വീട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. എൻ്റെ ആ വീട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തുമ്മാക്കും എൻ്റെ ഉമ്മച്ചാമ്മക്കും, അതായത് എൻ്റെ ഉമ്മാടെ ഉമ്മാക്കും എൻ്റെ ഉമ്മാടെ ഇത്താക്കുമായിരുന്നു നടന്നിരുന്നത്. അതായത് ഒരു സന്ധ്യ ഒരു ടൈം, ഒരു മഗ്‌രിബിൻ്റെ ഒരു 6-6:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് കുലിസൊക്കെ ഇട്ട്, എനിക്കറിയാതെ ഭയങ്കര കോമഡിയാണ്, ആൾക്കാരൊന്നും വിശ്വസിക്കില്ല, ഭയങ്കര ഡ്രാമറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. വെളിയിൽ പറഞ്ഞാൽ ഒരാൾ പോലും വിശ്വസിക്കാത്ത കുറേ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഏതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ മൂത്തുമ്മയും ഉമ്മച്ചാമ്മയും കൊലുസിട്ടുകൊണ്ട് ഒരു പൊടി കൊച്ച് ചിരിച്ചുകൊണ്ട് ഓടുന്ന ഒരു സൗണ്ട് കിട്ടും. അത് വീടിനകത്താട്ടോ, റൂമിൽ നിന്ന് റൂമിലോട്ട് പാസ് ചെയ്യുന്ന പോലത്തെ കുറേ സൗണ്ട്. അങ്ങനെ നമുക്ക് ഫീൽ ആവുമല്ലോ, ഒരു കൊച്ചിങ്ങനെ ഓടുമ്പോഴത്തേക്ക് തറയിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ, നടക്കുവാണെങ്കിൽ ഓടുവാണെങ്കിൽ. അപ്പോഴത്തേക്ക് ഇതേപോലെ ഇവർ വിചാരിച്ച് ഞാനായിരിക്കും വന്നത് എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ പേരൊക്കെ വിളിച്ചിട്ട് അവർ റൂമെല്ലാം, എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ട് അവർ വിചാരിച്ച് ഞാനായിരിക്കും. പക്ഷെ ഞാനല്ല. അങ്ങനെ ഉമ്മയെ വിളിച്ച് ചോദിച്ച് ഉമ്മ പറഞ്ഞില്ല, ആലി ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഇതെന്ത് പിന്നെ കേട്ടെന്താ എന്ന് വെച്ചാൽ ഒരാൾ കേൾക്കുവാണെങ്കിൽ അത് തോന്നലാന്ന് പറയാം. പക്ഷെ രണ്ടുപേരും ഒരേപോലെ കേൾക്കുവാണെങ്കിൽ ഉപ്പായും കേട്ടു, അതായത് എൻ്റെ ഉമ്മയുടെ വാപ്പായും കേട്ടു, എൻ്റെ ഉപ്പായും കേട്ടു. അപ്പോൾ ഉപ്പായും കേട്ടപ്പോഴത്തേക്ക് ഇവർ മൂന്നുപേരും നിൽക്കുക. ഒരാൾ കേൾക്കുവാണെങ്കിൽ അത് തോന്നലാന്ന് പറയാം. പക്ഷെ ഇത് മൂന്നുപേരും ഒരേപോലെ കേൾക്കുവാണെങ്കിലും അപ്പോഴത്തേക്ക് അവരെന്നാലും അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. വീട് മാറിയതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അത് കാര്യമായിട്ട് എടുത്തില്ല, അതും വിട്ടവിടെ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റായി. അപ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുടെ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും വന്നിരിക്കുമായിരുന്നു. അപ്പം അവർ പോവാറായിട്ട് അങ്ങനെ നിൽക്കുക. അപ്പം പോവാറായപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മ എൻ്റെ ഫാമിലി എല്ലാവരും കൂടി അവർ യാത്ര വയ്ക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ അതിന് ശേഷം അവരവിടെ തന്നെ നിൽക്കുവാണ്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ വുളു എടുക്കാനായിട്ട് ബാക്ക് സൈഡിലോട്ട്, ഞാൻ പറഞ്ഞാൽ കിച്ചൺ കഴിഞ്ഞാൽ ബാക്ക് യാർഡ് അവിടെ ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിൽ ഞാൻ വുളു എടുക്കാനായിട്ട് നിൽക്കുക. ആ പൈപ്പ് കഴിഞ്ഞിട്ട് നേരെ കാണുന്നത് മുകളിലോട്ട് ടെറസിലോട്ടുള്ള സ്റ്റെപ്പാണ്.